ഓമനക്കുട്ടനെ ഓർമ്മയില്ലേ? കേരളം മറക്കാനിടയില്ലാത്ത പൊതുപ്രവർത്തകനാണ് ഓമനക്കുട്ടൻ. കുട്ടനാട്ടിലെ CPM പ്രവർത്തകൻ, സാധാരണ പൊതുപ്രവർത്തകൻ. പക്ഷേ ഓമനക്കുട്ടനെ കേരളം മറക്കാത്തത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പേരിലല്ല, മറിച്ച് വെറും 75 രൂപയുടെ പേരിൽ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും വേട്ടയാടലിനിരയായ ഒരു നിരപരാധിയായ സാധാരണക്കാരൻ എന്ന പേരിലായിരിക്കും. ഓമനക്കുട്ടനെ മറക്കാനിടയില്ലാത്തത് കേരളം അദ്ദേഹത്തോട്, ഒരു വിഭാഗം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചെയ്ത അനീതിയുടെ പേരിലാണ്. എന്താണ് സംഭവമെന്ന് ഒന്നുകൂടി ഓർക്കുന്ന ഒന്നായിരിക്കും, ഇപ്പോൾ ഓർക്കേണ്ട സാഹചര്യമാണ്. എന്താണെന്നറിയാമോ? വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ 2024 സെപ്റ്റംബറിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ പേരിൽ KPCC പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പിലെ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണല്ലോ. ഈ ഫ്ലോറിൽ തന്നെ അത് നേരത്തെ NB ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. അത്തരം തട്ടിപ്പിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കോടികൾ തട്ടിക്ക്, ലക്ഷങ്ങളും കോടികളും കോൺഗ്രസ്സുകാരും UDFകാരും തട്ടിപ്പ് നടത്തുമ്പോഴൊക്കെ മൗനം കൊണ്ട് അതിനെ പൊതിഞ്ഞു പിടിക്കുന്ന കുറേ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോഴാണ് നമ്മൾ സാധാരണക്കാരനായ ഓമനക്കുട്ടനെ വീണ്ടും ഓർക്കുന്നത്. 2018 പ്രളയകാലം, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷയിൽ കുറേ സാധനങ്ങളുമായി, ആളുകൾക്കുള്ള സാധനങ്ങളുമായി ഓമനക്കുട്ടനെത്തി. CPMൻ്റെ പ്രാദേശിക പ്രവർത്തകനാണ്. സത്യസന്ധനായ പൊതുപ്രവർത്തകനൊന്നല്ലാതെ പേര് കേൾപ്പിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ആൾ ഓട്ടോറിക്ഷയിൽ നിന്ന് സാധനം ഇറക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ പൈസയുടെ ചെറിയ കുറവ് വന്നു. 75 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ കയ്യിലില്ലാത്ത പൊതുപ്രവർത്തകർ എത്രത്തോളം സാമ്പത്തികമായി സുതാര്യത കാണിക്കുന്ന ആളായിരിക്കുമെന്ന് ഓർക്കണം. ആ പൈസ തികയ്ക്കാൻ അവിടെ കൂടിയിരുന്ന ആളുകളോട് 2, 3, 5 രൂപയൊക്കെ വാങ്ങിച്ചു. പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടല്ല. അതിൻ്റെ പേരിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ പിരിവ് നടത്തിയെന്ന് ആക്ഷേപിച്ച്, അവഹേളിച്ച്, അപമാനിച്ച് ഓമനക്കുട്ടനെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു സമൂഹ മാധ്യമങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും. ഇന്ന് ഉളുപ്പില്ലാതെ UDFൻ്റെ ക്യാമ്പിൽ ചെന്ന് അവരുടെ സ്ഥാനാർത്ഥിയായി മാറിയ CPMൻ്റെ മുൻ നേതാവ് G. സുധാകരൻ ഫോൺ വിളിച്ച് ഈ സാധുവായ ഓമനക്കുട്ടനെ അധിക്ഷേപിച്ചു. തന്നെ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞു. എന്താണ് അയാൾ ചെയ്ത കുറ്റം, എന്താണ് ഓമനക്കുട്ടൻ്റെ ഭാഗം എന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ അവിടുത്തെ പ്രാദേശിക CPM നേതൃത്വത്തിന് മനസ്സിലായി എന്താണെന്ന്, രാഷ്ട്രീയേതരമായി എല്ലാ ആളുകൾക്കും മനസ്സിലായി എന്താ സംഭവിച്ചതെന്നും. അവർ ഓമനക്കുട്ടൻ്റെ സത്യസന്ധതയുടെ സാക്ഷ്യപത്രമായി നേരത്തെ തന്നെ ആ ജീവിതത്തെ കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ ചേർത്ത് പിടിച്ചു. കാര്യങ്ങൾ ക്രമേണ പുറത്തു വന്നു. പറഞ്ഞ എഴുതിയ മാധ്യമങ്ങൾ തന്നെ തിരുത്തി പറയേണ്ടി വന്നു. അതുകൊണ്ട് ഓമനക്കുട്ടൻ്റെ വ്യക്തിത്വം, ഓമനക്കുട്ടൻ്റെ കുടുംബജീവിതം, ഓമനക്കുട്ടൻ്റെ സുതാര്യമായ പൊതുപ്രവർത്തന ജീവിതം ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാതിരുന്ന ഓമനക്കുട്ടൻ അന്നത്തെ ആ കറുത്ത നാളുകൾ മറികടന്നു. അത് വീണ്ടും നമ്മൾ ഇത്ര വൈകാരികമായി പറയേണ്ടി വരുന്നത്, കോൺഗ്രസിൻ്റെ ആപ്പിൽ രജിത് രാമേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകൻ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളുണ്ടല്ലോ, എത്രത്തോളം നീചമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്, അതിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ വീണുപോയ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ, മരിച്ചുപോയവരുടെ ബന്ധുക്കൾക്ക് സഹായമെത്തിക്കാൻ പണം പിരിച്ചതാണ്. പക്ഷേ ആ പണം 2-3 കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, യഥാർത്ഥത്തിൽ അതിലേക്ക് ആ ആപ്പ് വഴി പണം നൽകിയ കേന്ദ്രങ്ങൾ, UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ച പണത്തിൻ്റെ യഥാർത്ഥ കണക്കില്ല. 2024 സെപ്റ്റംബറിൽ, അതായത് ഈ വലിയ ദുരന്തം നടന്നതിൻ്റെ ആ മാസം, ആ തൊട്ടടുത്ത മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം പിരിച്ചതിന് വിവരങ്ങളില്ല. അങ്ങനെ പല തട്ടിപ്പിൻ്റെ പൂർണ്ണ രൂപമാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഏത് നിമിഷം തീരുമാനിച്ചാലും അടുത്ത നിമിഷം ലൈവാക്കാൻ കഴിയുന്ന ആപ്പ്. പണ്ട് കോൺഗ്രസ്സുകാർ പിരിവിന് കുറ്റിയടിച്ച് പിരിക്കുമായിരുന്നു. കുറ്റിയടിക്കെന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പ് നടന്ന സമ്മേളനത്തിൻ്റെ കുറ്റിയൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടാവും പലരുടെയും. അത് വെച്ച് പിരിക്കും.
ആളുകളുടെ മുന്നിൽ 10ഉം 100ഉം 1000ഉം ഒക്കെ പിരിക്കും. അത് നമ്മൾ വെറുതെ ഒരു ഫ്ലോറിൽ വന്ന് ഇല്ലാത്ത ഉത്തരവാദിത്വമില്ലാതെ പറയുന്നതല്ല. അത്തരം പല സംഭവങ്ങളും പുറത്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറ്റിക്ക് പകരം രസീത് കുറ്റിക്ക് പകരം ആപ്പാണ്. എന്താണ്? ആളുകളെ, എത്രയോ ആളുകളെ, നൂറുകണക്കിന് ആളുകളെ കേരളത്തിൽ നഷ്ടപ്പെട്ട, ഇപ്പോഴും 100ഓളം ആളുകളെ തിരിച്ചു കിട്ടാനുള്ള വലിയ കേരളത്തിൻ്റെ 70 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിൻ്റെ പണപ്പിരിവിൽ ആ ദുരന്തത്തെ മറികടക്കുന്ന ദുരന്തമായി ഇവർ മാറി, കോൺഗ്രസ് മാറി. ഓമനക്കുട്ടനെ വീണ്ടും നമ്മൾ ഓർമ്മിക്കുകയാണ്. ഓമനക്കുട്ടനെ കുറിച്ച് പറയാതെ ഈ ആപ്പിൻ്റെ രഹസ്യങ്ങൾ, ഈ ആപ്പിൻ്റെ തട്ടിപ്പ് പുറത്തു വന്നതിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആപ്പ് CPM-ൻ്റെ ആപ്പായിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കുക. നമ്മുടെ പോയിന്റ് അതാണ്. അതിന് ഈ ഓമനക്കുട്ടൻ്റെ 75 രൂപയുടെ കണക്കുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. കോൺഗ്രസിൻ്റെ ആപ്പിലെ വിവരങ്ങൾ ഇപ്പോഴും മൂടി വയ്ക്കുകയും അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ചൊക്കെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിലെ വലിയൊരു വിഭാഗം പ്രൊഫൈലുകൾ, അല്ലാത്ത മാധ്യമങ്ങൾ അവയുമായി ഒന്ന് ചേർത്ത് ആലോചിച്ച് നോക്കൂ. ഇത് CPM-ൻ്റെ ആപ്പായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷിയുടെ ആപ്പായിരുന്നു. CPM-ൻ്റെ ഏതെങ്കിലും അനുബന്ധ സംഘടന, DYFIയുടെയോ SFIയുടെയോ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയോ CITUവിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു അനുബന്ധ വർഗബഹുജന സംഘടനയുടെ ആപ്പായിരുന്നു എന്ന് വിചാരിക്കുക. കൊല വിളിക്കില്ലേ ഈ മാധ്യമങ്ങൾ? ചവിട്ടി തേക്കില്ലേ ഈ മാധ്യമങ്ങൾ? സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം പ്രൊഫൈലുകൾ ഓവർടൈം പണിയെടുത്ത് അവഹേളിക്കുകയും അപമാനിക്കുകയും സത്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിക്കില്ലായിരുന്നു. അത്തരം എത്രയത്തെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ ഇടതുപക്ഷം മറികടന്നത്, CPM മറികടന്നത്, ഓമനക്കുട്ടന്മാർ മറികടന്നത് എങ്ങനെയാണ്? അവർ ജീവിക്കുന്ന കാലത്തിൻ്റെ യഥാർത്ഥ സ്പന്ദനം മനസ്സിലാക്കുന്ന പൊതുപ്രവർത്തനവുമാണ് അവർ നയിക്കുന്നത് എന്നതിൻ്റെ സുതാര്യത കൊണ്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ ദിനങ്ങളും മറികടന്നു പോകും, ഈ ദിനങ്ങൾ ഞങ്ങൾ മറികടക്കും എന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ്, അങ്ങനെ മറികടന്നുകൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ തട്ടിപ്പാപ്പുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഏകപക്ഷീയതയാണ്. വാർത്തകളിലെ, മാധ്യമപ്രവർത്തനത്തിലെ, സമൂഹ മാധ്യമങ്ങളിലെ വലിയ വിഭാഗം പ്രൊഫൈലുകളിലെ ഏകപക്ഷീയമായ സ്വഭാവം. ചില വലതുപക്ഷ പാർട്ടികളും വലതുപക്ഷ നേതാക്കന്മാരും തട്ടിപ്പ് കാണിച്ചാൽ അതിനെ പൊതിഞ്ഞു പിടിക്കുകയും ഇടതുപക്ഷം തട്ടിപ്പ് ചെയ്തില്ലെങ്കിൽ ചെയ്തു എന്ന് വരുത്താൻ മെനക്കെടുകയും ചെയ്യുന്ന ഏകപക്ഷീയത, അത് അവസാനിപ്പിക്കാനെങ്കിലും ഈ ആപ്പിൻ്റെ ഉള്ളുകള്ളികൾ പുറത്തു വന്നതും നമ്മുടെ 2018 ഓമനക്കുട്ടൻ അനുഭവം കൂടി ഒന്ന് ചേർത്ത് കാണേണ്ടത് കേരളത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് വേണം നമ്മൾ യഥാർത്ഥ തട്ടിപ്പുകാരെയും യഥാർത്ഥ പൊതുപ്രവർത്തകരെയും വേർതിരിച്ചറിയാൻ. ആ വേർതിരിച്ചറിവിൽ നിന്ന് വേണം ആരുടെ കൂടെ നിൽക്കണം, ആരെ ചേർത്ത് പിടിക്കണം എന്ന് തീരുമാനിക്കാൻ. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട വലിയ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന ദിവസങ്ങളാണല്ലോ. ഈ കേരളം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നിൻ്റെ പേരിൽ കോൺഗ്രസ് പണം ഭരിക്കാൻ ഉപയോഗിച്ച ആപ്പിൽ പോലും നീചമായ തട്ടിപ്പ് നടത്തിയവരാണ് ഇനി MLA-മാരായി, മന്ത്രിമാരായി, അല്ലെങ്കിൽ അതുപോലുള്ള ഈ സാമാജികർക്ക് ഏതൊക്കെ പദവികൾ വഹിക്കാമോ ആ പദവികളിലൊക്കെ വരാൻ പോകുന്നവർ. UDF ആണ് വരുന്നതെങ്കിൽ മന്ത്രിമാരാകുന്നവർ, അല്ലെങ്കിൽ സാധാരണ MLA-മാരാകുന്നവർ, ജനപ്രതിനിധികളാകുന്നവർ, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ജനത്തിൻ്റെ അക്കൗണ്ടിൽ, ജനത്തിൻ്റെ പേരിൽ വഹിക്കാൻ പോകുന്നവർ. അവർക്ക് ജനങ്ങളുടെ പേരിൽ അത്തരം ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ, ഞങ്ങൾ ജനപ്രതിനിധികളാണ് എന്ന് അവകാശപ്പെടാൻ, ജനപക്ഷത്ത് നിൽക്കുന്നുവെന്ന് പറയാൻ എന്തെങ്കിലും ധാർമ്മികമായ അവകാശമോ ധാർമ്മികമായ കരുത്തോ ഉണ്ടാവുമോ? ആലോചിച്ച് നോക്കേണ്ട സന്ദർഭം കൂടിയാണിത്. മറന്നു പോകരുത്. യഥാർത്ഥ പൊതുപ്രവർത്തനം എന്താണ് എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു അരിപ്പയായി ഈ സന്ദർഭം, ഈ അനുഭവം കേരളത്തിൽ മാറേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.